ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്രിക്കറ്റും ഫുട്ബോളുമായി ബി.ജെ.പി. ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ എല്ലാ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും മത്സരങ്ങൾ. പാർട്ടി മന്ത്രിമാർ മുതൽ പ്രാദേശിക ജനപ്രതിനിധികൾ വരെ സജീവമാകാൻ നിർദ്ദേശം. സംഘടനയ്ക്ക് പുറത്തുള്ള യുവാക്കളെ കൃത്യമായി പങ്കെടുപ്പിക്കാനും നിർദ്ദേശം. ഫുട്ബോളും വടംവലിയും ഉൾപ്പെടുത്തി കേരളത്തിൽ പ്രത്യേക പദ്ധതിയുമായാണ് ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കായിക ഇനങ്ങളെ സജീവമായി ഉപയോഗിച്ച് യുവാക്കളെ ആകർഷിക്കാനൊരുങ്ങുകയാണ് ബി.ജെ.പി. മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് പുതിയ മാർഗം. യുവാക്കൾക്കായി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ക്രിക്കറ്റ്, കബഡി, ഖോ-ഖോ, വടംവലി മത്സരങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. വനിതകൾക്കും വിവിധ മത്സരങ്ങൾ ഉണ്ടാകും. ജനുവരി ആദ്യവാരത്തോടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പരിപാടികൾ ആരംഭിച്ചെങ്കിലും ശബരിമല പ്രക്ഷോഭം നടന്നതിനാൽ കേരളത്തിൽ വൈകി മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അടുത്ത മാസം ആദ്യത്തോടെ പദ്ധതി തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. കമൽ കപ്പ് എന്നാണ് ക്രിക്കറ്റ് മത്സരത്തിന്റെ പേര്. രാജ്യത്തെ 4215 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത് നടക്കും. ഓരോ സംസ്ഥാനത്തും പ്രിയമുള്ള കായിക ഇനങ്ങൾ ആകാമെന്നതിനാൽ കേരളത്തിൽ വടംവലിയും ഫുട്ബോളും കൂടി ഇനത്തിൽ ചേർക്കും. ബി.ജെ.പി. പ്രവർത്തകരും അനുഭാവികളും മാത്രമുള്ള ടീമുകൾ പോരെന്നും സംഘടനയുടെ പുറത്തുനിന്നുള്ള യുവാക്കളെയും പങ്കെടുപ്പിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. നാട്ടിലെ യുവാക്കളുടെ ക്ലബ്ബുകളെയും ക്ഷണിക്കുന്നുണ്ട്. യുവമോർച്ചയ്ക്കും ബി.ജെ.പിയുടെ ബൂത്ത് തല സമിതികൾക്കുമാണ് യുവ ടീമുകളെ സംഘടിപ്പിക്കേണ്ട ചുമതല. വിജയികൾക്ക് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ട്രോഫികൾ സമ്മാനിക്കും. ക്യാഷ് അവാർഡ് ഉൾപ്പെടെ നൽകേണ്ടത് പ്രാദേശിക നേതൃത്വമാണ്. 25,000 മുതൽ 50,000 രൂപ വരെ സമ്മാനത്തുക വിജയികളായ ടീമുകൾക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. ക്രിക്കറ്റ് ടീമുകൾക്കും മറ്റു കായിക മത്സരങ്ങളിലെ ടീമുകൾക്കും മുൻ പ്രധാനമന്ത്രി വാജ്പേയിയെ ഓർമ്മിപ്പിക്കുന്ന അടൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുള്ള നമോ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, സർദാർ പട്ടേൽ, ശ്യാമപ്രസാദ് മുഖർജി, എ.പി.ജെ. അബ്ദുൽ കലാം, ഭഗത് സിംഗ് എന്നിങ്ങനെ പേരുകൾ നൽകാം. പഞ്ചായത്ത് തലത്തിൽ മത്സരങ്ങൾ നടത്തിയ ശേഷം നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഫൈനൽ നടത്താനുമാണ് നിർദ്ദേശം. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എം.പിമാരും എം.എൽ.എമാരും നേതൃത്വം നൽകുന്ന ടീമുകൾ തന്നെ കളിക്കാനിറങ്ങും. എല്ലാ ഗ്രാമങ്ങളിലും കർഷക ഗ്രാമസഭകളും കമൽ ജ്യോതി എന്ന പേരിൽ ഭരണ നേട്ടങ്ങൾ വിവരിക്കുന്നതിനുള്ള സമ്മേളനങ്ങളും ഫെബ്രുവരിയിൽ തന്നെ നടത്തണമെന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ജനുവരി ആദ്യവാരത്തോടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പരിപാടികൾ ആരംഭിച്ചെങ്കിലും ശബരിമല പ്രക്ഷോഭം നടന്നതിനാൽ കേരളത്തിൽ വൈകി മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അടുത്ത മാസം ആദ്യത്തോടെ പദ്ധതി തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. കമൽ കപ്പ് എന്നാണ് ക്രിക്കറ്റ് മത്സരത്തിന്റെ പേര്. രാജ്യത്തെ 4215 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത് നടക്കും. ഓരോ സംസ്ഥാനത്തും പ്രിയമുള്ള കായിക ഇനങ്ങൾ ആകാമെന്നതിനാൽ കേരളത്തിൽ വടംവലിയും ഫുട്ബോളും കൂടി ഇനത്തിൽ ചേർക്കും. ബി.ജെ.പി. പ്രവർത്തകരും അനുഭാവികളും മാത്രമുള്ള ടീമുകൾ പോരെന്നും സംഘടനയുടെ പുറത്തുനിന്നുള്ള യുവാക്കളെയും പങ്കെടുപ്പിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. നാട്ടിലെ യുവാക്കളുടെ ക്ലബ്ബുകളെയും ക്ഷണിക്കുന്നുണ്ട്. യുവമോർച്ചയ്ക്കും ബി.ജെ.പിയുടെ ബൂത്ത് തല സമിതികൾക്കുമാണ് യുവ ടീമുകളെ സംഘടിപ്പിക്കേണ്ട ചുമതല. വിജയികൾക്ക് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ട്രോഫികൾ സമ്മാനിക്കും. ക്യാഷ് അവാർഡ് ഉൾപ്പെടെ നൽകേണ്ടത് പ്രാദേശിക നേതൃത്വമാണ്. 25,000 മുതൽ 50,000 രൂപ വരെ സമ്മാനത്തുക വിജയികളായ ടീമുകൾക്ക് നൽകണമെന്നാണ് നിർദ്ദേശം.